അപ്പോഴേ നമുക്കിന്ന് 4 മണിക്ക് അടിപൊളി ഒരു കോഴിക്കോട്ടെ ഉണ്ടാക്കാം. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ്. ഇവിടെ സാധാരണ അരി പൊടി കൊണ്ടിട്ടാണ് കോഴിക്കോട്ടെ. എനിക്ക് അരിപ്പൊടി കോഴിക്കോട്ടയോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് ഗോതമ്പൊടിയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു, അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് ഗോതമ്പൊടി ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു കോഴിക്കോട്ടെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ആ കുറച്ച് ഗോതമ്പൊടി ഉപ്പും ആവശ്യത്തിന് വെള്ളം കൂടെ എടുത്തിട്ട് ആ ഒരു പരുവത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട തേങ്ങയും, അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് ശർക്കര ഉണ്ടായിരുന്നു, അപ്പോൾ ശർക്കരയും അതിനകത്ത് കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗോതമ്പ് മാവ് ഇങ്ങനെ എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ശർക്കരയും പഞ്ചസാരയും ആ ഒരു ബാറ്ററെല്ലാം കൂടെ ചേർത്ത് ഫുൾ സെറ്റ് ചെയ്തിട്ട് നമുക്കിനി ഇഡ്ഡലി പാത്രത്തിലേക്ക് ആവി കയറ്റാനായിട്ട് വെക്കാം. അങ്ങനെ സംഭവങ്ങളൊക്കെ വെച്ചു ഒരു 10-15 മിനിറ്റിനുള്ളിൽ സംഭവം വെന്ത് കിട്ടും ഗൈസ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ തുറന്നപ്പോൾ നല്ല മണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കഴിച്ച് കാണിക്കാം ഗൈസ്. നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന 4 മണി പലഹാരം. കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കഴിച്ചല്ലേ പറ്റും. നല്ല സോഫ്റ്റായിട്ട് ആ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടിയിട്ടിട്ട് അതിനകത്തുനിന്ന് ആ തേങ്ങയുടെയും ശർക്കരയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു ഗൈസ്, വായൊന്ന് പൊള്ളിപ്പോയി ചെറുതായിട്ട്, പക്ഷെ അടിപൊളിയായിരുന്നു. നല്ല കട്ടൻ കാപ്പിയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ സുഖമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പൊക്കോട്ടാ. അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ഇടണേ ഇഷ്ടപ്പെട്ടെങ്കിലേ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, നമ്മുടെ 4 മണി പലഹാരം ഇന്ന് കൊഴുക്കട്ട ആയിരുന്നു. നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആട്ടോ അതിനകത്ത് എനിക്ക് കിട്ടിയത്. നന്നായിട്ട് വെന്തിട്ടുണ്ട്, മാവൊക്കെ വെന്ത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.